ലോകപ്രശസ്ത സൗന്ദര്യവർദ്ധക ബ്രാൻഡായ എൽഫ് കോസ്മെറ്റിക്സിന്റെ സഹസ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായിരുന്ന സ്കോട്ട് വിൻസെന്റ് ബോർബ കത്തോലിക്ക വൈദികനായി അഭിഷിക്തനായി. തനിക്ക് നരകത്തെക്കുറിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖ നൽകിയ ദർശനമാണ് തന്നെ ആഡംബര ജീവിതം ഉപേക്ഷിച്ച് വൈദിക ജീവിതത്തിലേക്ക് വരാൻ കാരണമായതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. പ്രശസ്ത പോഡ്കാസ്റ്ററായ മാറ്റ് ഫ്രാഡ്സിന്റെ പിൻസ് വിത്ത് അക്വിനാസ് എന്ന പരിപാടിയിലാണ് അദ്ദേഹം തനിക്ക് ലഭിച്ച ആത്മീയ അനുഭവം പങ്കുവച്ചത്. സ്വന്തം വീട്ടിൽ ആഡംബര പാർട്ടി നടന്നുകൊണ്ടിരിക്കെയാണ് സംഭവത്തിന് തുടക്കം. വലിയ സൗകര്യങ്ങളും പണവും ഉണ്ടായിരുന്നിട്ടും തനിക്കെന്താണ് സന്തോഷമില്ലാത്തത് എന്ന് ബോർബ ചിന്തിച്ച നിമിഷത്തിൽ വീടിന്റെ മേൽക്കൂര അപ്രത്യക്ഷമാവുകയും ഏകദേശം 2 നിലയോളം ഉയരമുള്ള മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. സമയം നിശ്ചലമായ ആ നിമിഷത്തിൽ മാലാഖ ബോർബയ്ക്ക് സ്വന്തം ആത്മാവിന്റെ അവസ്ഥയും നരകത്തിലെ കാഴ്ചകളും കാട്ടിക്കൊടുത്തു. നരകത്തിൽ എൻ്റെ ആത്മാവിനായി മാറ്റിവെച്ചിരുന്ന സ്ഥാനം ഞാൻ കണ്ടു. ലൗകിക സുഖങ്ങൾക്ക് പിന്നാലെ പോയ ആത്മാക്കൾ അനുഭവിച്ച അതിദാരുണമായ ശിക്ഷകളും എന്നെ കാത്തിരിക്കുന്നതും ഞാൻ അവിടെ ദർശിച്ചുവെന്ന് ഫാദർ സ്കോട്ട് ബോർബ പറഞ്ഞു. തനിക്ക് ലഭിച്ച നരകത്തെക്കുറിച്ചുള്ള ദർശനത്തിന് ശേഷം മിഖായേൽ മാലാഖ തൻ്റെ കൂറ്റൻ ചിറകുകൾ വീശി ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ദുഷ്ടശക്തികളെയും പുറത്താക്കുകയും വീട്ടിൽ പ്രകാശവും സമാധാനം നിറയ്ക്കുകയും ചെയ്തുവെന്ന് ഫാദർ ബോർബ ഓർത്തെടുക്കുന്നു. കോടികൾ വിലമതിക്കുന്ന സൗന്ദര്യവർദ്ധക വ്യവസായത്തിലെ തൻ്റെ ഭാവിയും ആഡംബര ജീവിതവും പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് അദ്ദേഹം കത്തോലിക്ക സഭയിലെ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ദൈവത്തിനും സഭയ്ക്കും വേണ്ടി ജീവിക്കുന്നതിലാണ് താൻ യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നതെന്ന് ഫാദർ സ്കോട്ട് വിൻസെന്റ് ബോർബ വ്യക്തമാക്കി.